ഗൈസ്, വെൽക്കം ബാക്ക്. ലാസ്റ്റ് നമ്മളൊരു ഭരതനാട്യം മേക്കപ്പ് ലുക്ക് ആണ് ചെയ്തത്. അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കുറെ പേര് കമന്റ് ചെയ്യുകയും ചെയ്തിരുന്നു, കുറെ പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട്, അതായത് നമുക്ക് ഒരു സെമി ക്ലാസിക്കലിനൊക്കെ എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്ന് നോക്കാവേ. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യമേ ഫൗണ്ടേഷൻ ആണ് ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് കയ്യിലുള്ളതെങ്കിൽ അതാണ് യൂസ് ചെയ്യുക. നമ്മൾ ഭരതനാട്യം മേക്കപ്പിന് ഇടുന്ന അത്രയും കട്ടിയിൽ ഫൗണ്ടേഷൻ ഇടുന്നില്ല, കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ഇടുന്നത്. ഇച്ചിരി കട്ടിയിലിട്ടാലും കുഴപ്പമില്ല, കാരണം ബേസ് സെറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല കുറച്ചുകൂടെ വൃത്തിക്കിരിക്കും. ബ്ലെൻഡർ വെച്ചാണ് ഞാനിത് ഇടുന്നത്. ഇനി നമ്മൾ അടുത്ത പാൻ കേക്ക് ആണ് ഇടുന്നത്. ഞാനിവിടെ 2 കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് കുറച്ച് ലൈറ്റർ ആണ്, ഒന്ന് കുറച്ചും കൂടെ ലൈറ്റർ ആണ്. ഇതിന്റെ നമ്പർ 23 ആണ്. ഒന്ന് കുറച്ച് ഞാൻ ഡാർക്ക് എടുക്കുന്നുണ്ട്, ഒരു 28 ആണ് എടുക്കുന്നത്. ഇതുപോലെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് ആ വെള്ളത്തിൽ ഒരു സ്പോഞ്ച്, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ നമുക്കൊരു സ്പോഞ്ച് കിട്ടും. ആ സ്പോഞ്ച് ആണെങ്കിലും ഒന്ന് ഇങ്ങനെ കുതിർത്തിട്ടാണ് പാൻ കേക്കിൽ നമ്മൾ വെക്കുന്നത്. അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും. ഇനി ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ലൂസ് പൗഡറാണ് ഇടുന്നത്. ലൂസ് പൗഡർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വെള്ളം അധികമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈലൈറ്റർ ആണ് ഇടുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പൗഡർ ഹൈലൈറ്റർ ആണ്. ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് പൗഡറായിട്ട് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തട്ടുക. എക്സസ് ആയിട്ട് ഇരിക്കുന്ന ഡസ്റ്റ്, അതായത് എക്സസ് ആയിട്ടിരിക്കുന്ന പൗഡർ ഒന്ന് അതിലേക്ക് കളയുക. അതിനുശേഷം ഫേസിൽ ഇട്ടു. ഇത് നമ്മൾ ശരിക്കും ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ഒന്ന് ഗ്ലോ ആയിട്ട് ഫീൽ ചെയ്യാനായിട്ടാണ്. അല്ലെങ്കിൽ ഒരു കേക്കി ഫിനിഷിലായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ഒരു ഹൈലൈറ്റേഴ്സ് ഇടുമ്പോൾ കുറച്ചൊരു ഗ്ലോ ആയിട്ട് കുറച്ച് തിളങ്ങിയിരിക്കും ഫേസ്. ഓക്കെ, നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്തു. ഇനി നമുക്ക് ബ്ലഷ് അഥവാ റൂഷ് അങ്ങനെയൊക്കെ പറയുന്ന സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പാലറ്റാണ്. ഇങ്ങനെ ഒരു പാലറ്റിൽ അതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ ഇടുന്നത്. ഇവിടുന്ന് ചീക്ക് ഏരിയയിൽ നിന്ന് താഴേക്ക് നമുക്കൊരു ചീക്ക് ബോൺ ഉണ്ടല്ലോ, അവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇവിടേക്കൊന്നും കയറ്റിയിടണ്ട. പിന്നെ ഇവിടെ നമ്മുടെ താടിയല്, പിന്നെ നെറ്റി ഏരിയയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ടാൽ മതി. അവിടെ നിന്ന് ഒത്തിരി നമ്മൾ ഓവറായിട്ട് ഇടണ്ട. ഇനി അടുത്തത് ഐ ഷാഡോ ആണ് ഇടുന്നത്. ഒരു ഈ കളർ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്, കുറച്ച് ഷിമ്മർ ചേർന്നൊരു കളറാണ്, അതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പൊതുവെ കൈ ഉപയോഗിച്ചാണ് ഐ ഷാഡോ ഒക്കെ ഇടാറ്. നിങ്ങൾക്ക് ബ്രഷാണ് കംഫർട്ട് എങ്കിൽ അത് യൂസ് ചെയ്യാം. ഒരുപാട് ഈ ഏരിയയിലേക്ക് കയറ്റിയിടണ്ടേ. നമ്മുടെ കണ്ണിന്റെ ആ ഒരു ഒരു ക്രീസ് ലൈൻ ഇല്ലേ, ഈ ഒരു ലൈൻ, ആ ലൈനിന്റെ അവിടെ നിൽക്കുന്ന രീതിക്ക് ഇട്ടാൽ മതി. അങ്ങനെ ഐ ഷാഡോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, ലൈറ്റ് ആയിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. കണ്ണിന്റെ താഴെ കൂടെ കുറച്ച് അത് ഏതെങ്കിലും ഒരു ലൈറ്റ് റോസ് കളർ, ലൈറ്റ് റോസ് അല്ല, ഒരു റോസ് കളർ, പിങ്കോ റോസോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം. വേറെ കളറൊന്നും ഇട്ടേക്കരുത്. നമ്മൾ ഈ അണ്ടർ ഐ ഇല്ലേ, അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്യുക. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിങ്ങനെ താഴെ കൂടെ ഇങ്ങനെ ഐ ഷാഡോ കൊടുക്കുമ്പോൾ എന്നിട്ട് കണ്ണ് എഴുതുമ്പോൾ കണ്ണ് കുറച്ചും കൂടെ ഈവൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, അല്ലെ കുറച്ച് ബിഗ്ഗർ ആയിട്ട്, കണ്ണ് കുറച്ചും കൂടെ ബിഗ്ഗർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരാൾ എന്നോട് ഇതിൻ്റെയൊക്കെ ബ്രഷിന്റെ നമ്പറൊക്കെ ചോദിച്ചിരുന്നു. അത് കണ്ണും പിരികൊക്കെ എഴുതുന്നതിന്റെ നമ്പർ ചോദിച്ചിരുന്നു. ഞാനത് നോക്കിയില്ല, ഞാനത് ഇവിടെ കൊടുത്തേക്കാവേ. നോക്കിയിട്ട് ഞാൻ ഇവിടെ ഇട്ടേക്കാം. ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളത്. കുറെ പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളങ്ങനെ ഞാനിടുന്ന വീഡിയോയ്ക്ക് അങ്ങനെ ഒരു റെസ്പോൺസ് വരുമ്പം നമുക്ക് കുറച്ചും കൂടെ സന്തോഷമാകും. ഓക്കെ, നമ്മൾ ചെയ്ത, അതായത് ഞാൻ ഇത്രയും ടൈം മുടക്കി ചെയ്തത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷം. ഓക്കെ, ഇനി നമുക്ക് ഐബ്രോ ചെയ്യാവേ. കൺമേഷി എടുക്കുക, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് എടുത്തിട്ട് ആദ്യമേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, നമ്മുടെ ഈ പിരികത്തിന്റെ ഈ എൻ പോർഷൻ ഇല്ലേ, അവിടെ തൊട്ടാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. ഫുള്ള് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, ഫുള്ള് നമ്മൾ വരയ്ക്കരുത്. ഇതിന്റെ ഒരു പകുതി ഈ ഭാഗമില്ല, ഇവിടെ വരെ നമ്മൾ ഇതുപോലെ കുറച്ച് ഡാർക്ക് ആയിട്ട് കൊടുക്കാവുള്ള. ഭരതനാട്യം നമ്മൾ അങ്ങനെ തന്നെ ചെയ്തത്, പക്ഷെ കുറച്ചും കൂടെ തിക്കായിട്ടായിരിക്കും എഴുതുന്നത്. ഇദ്ദേഹം കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടാണ് എഴുതുന്നത്. നോർമലായിട്ട് നമുക്ക് സാധാരണ ഇരിക്കുന്നവരെ പോലെ തന്നെ, എന്നാൽ കുറച്ചും കൂടെ
ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത് ചിലപ്പോൾ എല്ലാം ചെയ്യുന്ന കാര്യമായിരിക്കത്തില്ല. ഞാൻ കുറച്ചും കൂടെ ഒരു കുറച്ചൊരു ബ്രൗൺ ചേർന്ന ഐ ഷാഡോ ഇല്ലേ, അതെടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനില്ലേ അങ്ങോട്ടേക്ക് എഴുതുന്നത്. നമുക്ക് വേറൊരു ബ്രഷ് എടുക്കാം. ബ്രഷ് ചെറുതായിട്ട് നനച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ഡാർക്കായിട്ടുള്ള അത് കുറച്ച് ഒരു ബ്രൗൺ ചേർന്ന ഒരു ഈ കളർ ചേർന്ന ഐ ഷാഡോ എടുത്തിട്ട് ഞാനത് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് എഴുതി കൊടുത്തിട്ട് അതൊക്കെ പിന്നെ നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണേ, നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. ആദ്യം ഇങ്ങനെ ഒന്ന് എഴുതുക, പിന്നെ കൺമഷി വെച്ച ബ്രഷ്, അതിലൊട്ടും കൺമഷി വേണ്ട, അതെടുത്തിട്ട് ഇതിൻ്റെ അകത്തോടെ തന്നെ ബ്രൗൺ കളറുള്ള ജെൽ ഐലൈനറോ അങ്ങനെ കാജലൊക്കെ ഉണ്ട്, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ചില ട്രിക്കൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണെഴുതാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ യൂസ് ചെയ്ത പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മെത്തേഡ്, അതായത് കൺമഷി പ്ലസ് ഐലൈനർ. കൺമഷി ഐലൈനറും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് തേക്കുന്നത്. കാരണം അതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ണിൻ്റെ മേളിലേക്കൊന്നും പടരത്തില്ല. എന്നാൽ ഐലൈനർ മാത്രം വെച്ച് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ കണ്ണിങ്ങനെ ചത്തിരിക്കുന്ന പോലെ തോന്നും. മീൻസ് ഒരു ജീവനില്ല തോന്നും. കൺമഷി ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു തിളക്കം ഉണ്ടാവും. അപ്പോൾ അത് പോവാതെ, എന്നാൽ കൺമഷി മാത്രം ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടരും. പിന്നെ ഇത് കണ്ണെഴുതാൻ ഉപയോഗിക്കുന്ന ബ്രഷ് എന്ന് പറയുന്നത് ഒരുപാട് പീലി ഇല്ലാത്ത, എനിക്കൊന്ന് 0 ആയിരിക്കും നമ്പർ എന്ന് തോന്നുന്നു. ഞാൻ കണ്ണിൻ്റെ അകം ഒന്ന് എഴുതണം. ഞാൻ ഇതിപ്പോൾ 2 മിക്സ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് കണ്ണെങ്ങാനും നീറി ചുമന്നാലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാജൽ തന്നെ വെച്ചിട്ട് കണ്ണിൻ്റെ അകം ഒന്ന് എഴുതി കൊടുക്കുവേ. കണ്ണിൻ്റെ അകം എന്തായാലും നിങ്ങൾ എഴുതണം കേട്ടോ, അത് മറക്കല്ലേ. ഫ്രണ്ട് പോർഷനിൽ ഇവിടെ ഇങ്ങനെ എഴുതുക, ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണേ, കാണാൻ പറ്റുന്നില്ലേ, കൊടുക്കുക. എന്നിട്ട് കണ്ണിൻ്റെ താഴെ വശത്തേക്ക് ഇവിടുന്ന് ചെറിയതായിട്ടൊന്ന് മേളിലേക്ക് ചെറിയൊരു വാലയുള്ള ഈ കണ്ണിന്റെ ഈ സൈഡിലത്തെ ഒരു വരയില്ലേ നമ്മുടെ, അതേന്ന് വേണം ചെറുതായിട്ടൊന്ന് മേളിലേക്കൊന്ന് ഒട്ടിക്ക് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അന്നേരം കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. കൊണ്ടിങ്ങനെ അടച്ചു പിടിച്ചിട്ട് എഴുതുക. ഞാൻ മസ്കാര ചെയ്യുകയാണ്. മസ്കാര നിങ്ങൾ എഴുതുമ്പോഴേ നേരെ മേളിലേക്ക് എഴുതുന്നതിന് പകരം കുറച്ചൊന്ന് സൈഡിലേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ കണ്ണ് കുറച്ചും കൂടെ നീളമുള്ളതായിട്ട് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോസ് ഒന്ന് നീട്ടാം. അതായത് നമ്മുടെ നോസ് നോർമൽ ഇരിക്കുന്നതിനും കുറച്ചും കൂടെ ഒന്ന് നീട്ടാം. കോണ്ടോർ ചെയ്യുക എന്ന് പറയും. ഇതിന് എളുപ്പപ്പണികളാണ് ചെയ്യുന്നത്. കുറച്ച് ട്രിക്ക് ഒക്കെ ഉപയോഗിച്ച് ചുമ്മാ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്ക് പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ കോണ്ടോർ പാലറ്റ് ഒന്ന് എടുത്ത് വെച്ച് പ്രോപ്പറായിട്ട് അങ്ങനെ ക്രീസ് ചെയ്ത് കോണ്ടോർ ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ചെറുതായിട്ട് ഞാൻ എൻ്റെ പൊടിക്കൈകളൊക്കെയാണ് ചെയ്യുന്നത്. ഹൈലൈറ്റർ എടുക്കുക, നേരെ നമ്മുടെ ഈ സെൻറ്റർ അല്ലേ, ഈ പിരികത്തിൻ്റെ 2 പിരികത്തിൻ്റെ സെൻറ്റർ ഭാഗം, ആ ഭാഗത്തുനിന്ന് കുറച്ചിങ്ങനെ മൂക്കിൻ്റെ പാലമില്ല, ആ പാലത്തെ കൂടെ താഴേക്ക് അഗെയിൻ ഐ ഷാഡോ പാലറ്റിലെ കുറച്ച് നമ്മൾ ഈ പിരികെഴുതി അത്രയും ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ അല്ല, ഒരു ക്ലേയുടെ ഒക്കെ കളറല്ലേ, ക്ലേ ആണോ, ഒരു ബ്രിക്കിന്റെ ഒക്കെ കളറല്ലേ, ബ്രിക്കിന്റെ കളർ, ആ ഒരു കളറുള്ള ഐ ഷാഡോ അതിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക. നിങ്ങൾക്ക് കോണ്ടൂർ പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഇതൊക്കെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇതിന് മൂക്കിന്റെ മറ്റേ ആ സെന്ററിൽ കൂടെ നമ്മൾ അതേ ടച്ച് ചെയ്യാതെ ഈ പിരികത്തിന്റെ നമ്മൾ എഴുതിയിട്ടില്ലേ അവിടെ നിന്ന് ഇങ്ങനെ നേരെ താഴേക്ക്, ഒത്തിരി ഡാർക്കായി പോവല്ലേ. 2 സൈഡും നമ്മൾ ഇങ്ങനെ കോണ്ടൂർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ വീണ്ടും നമ്മുടെ ഹൈലൈറ്റർ വെച്ചിട്ട് നോസ് ആ മൂക്കിന്റെ മേളുവശം ഒന്നും കൂടെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ലിപ്പ് ഓൾവേസ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ലിപ്സ്റ്റിക്ക് കുറച്ച് ഡാർക്ക് ബ്രൗൺ ഉണ്ടെങ്കിൽ യൂസ്ഫുൾ. ആ ലിപ്സ്റ്റിക്ക് തന്നെ ഇങ്ങനെ ഇതുപോലൊരു ചെറിയ കുട്ടി ബ്രഷിൽ എടുത്തിട്ട് ഇത് വെച്ചിട്ട് തന്നെ ഔട്ട്ലൈൻ ചെയ്യുവാണേ. നിങ്ങൾക്ക് വലിയ ചുണ്ടാണെങ്കിൽ അതൊന്ന് ചെറുതാക്കാനായിട്ട് അകത്തേക്ക് കുറച്ച് പൊടിക്ക് അകത്തേക്ക് കയറ്റി വേണം ഔട്ട്ലൈൻ ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്ക് ചെറിയ ചുണ്ടാണെങ്കിൽ പുറത്തേക്ക് കുറച്ച് ഇറക്കി നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുക.
ഒരു പൊട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഹെയർ നമുക്കൊന്ന് വെപ്പുമുടി കൂടെ വെച്ചിട്ട് പിന്നുന്നുണ്ട്. അങ്ങനെ പിന്നിട്ട് ഒരു പൂ വെക്കുക. നിങ്ങൾക്ക് എന്താണോ ഓർണമെന്റ്സ് കയ്യിലുള്ളത്, അതായത് കമ്മല്, മാല, നെറ്റിച്ചുട്ടിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെക്കുക. അരപ്പട്ട യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക, കയ്യിൽ വളയിടുക, പോവുക. അത്ര പരിപാടിയുള്ളൂ. നമുക്ക് വേഗം അതോടെ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് ലിപ്സ്റ്റിക്കും പൊട്ടും കൂടെ വെച്ചാൽ മതി. ഞാനിപ്പം ഒരു കൺഫ്യൂഷനിലാണ് ഏത് പൊട്ട് വെക്കണം എന്നുള്ളത്. റൗണ്ട് വെക്കണോ, അതായത് ഈ റൗണ്ട് പൊട്ട് വെക്കണോ, അതോ ഈ നീള പൊട്ട് വെക്കണോ? ഈ കോസ്റ്റ്യൂമിൻ്റെ കൂടെ കുറച്ചുകൂടെ ചേർന്ന് പോകുന്നത് ഇതുപോലുള്ള നീളപ്പൊട്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഇന്നത്തെ സെമി ക്ലാസിക്കൽ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കോസ്റ്റ്യൂം, ഓർണമെന്റ്സ്, ഹെയറിങ് കാര്യങ്ങളൊക്കെ മാറ്റാം. ഞാൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തേക്കുന്നത് ഇന്ന് നമ്മുടെ ഫേസ് എങ്ങനെ ചെയ്യാം, ഫേസ് മേക്കപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ലുക്കിന് ഒരു കംപ്ലീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കോസ്റ്റ്യൂമും ഓർണമെന്റ്സും ഹെയറൊക്കെ വെച്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഡാൻസ് മേക്കപ്പ്, അതായത് മോഹിനിയാട്ടം, നാടോടി നൃത്തം, അങ്ങനത്തെ എന്തിൻ്റെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും കയ്യിൽ ഉള്ള മേക്കപ്പ് സാധനമൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സെമി ക്ലാസിക്കൽ മേക്കപ്പ് ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്, സജഷൻ, അങ്ങനെ എന്തെങ്കിലും, എന്താണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിലും കമൻറ്റ് ചെയ്യും. ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.